ഇപ്പോൾ സയോനെ ജിയോവും വിളിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കെ നീ എന്തിനായിരുന്നു നമ്മൾ ഇടയ്ക്കൊക്കെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു എന്ന കാര്യം എല്ലാം തന്നെ കിന്നനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും യാദൃശികമായിട്ട് മാത്രം അവൾ എന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കുമായിരുന്നു ഞാനും അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന ഒരു മറുപടിയൊക്കെ സയോയും കൊടുക്കുന്നു. ശരിക്കും നിനക്ക് തെറാപ്പിയൊക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ സൈക്യാട്രിസ്റ്റിനെ കാണുവാനായിട്ടല്ലേ നിന്റെ ഒപ്പമൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. നീയും ഈ ഒരു കാര്യമൊക്കെ രഹസ്യമാക്കി വെക്കണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ടായിരുന്നു ഞാനും ആരുടെയും അടുത്ത് ഇതിനെക്കുറിച്ച് പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ നീ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ക്വീനിനെയും വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു എന്ന രീതിക്കെല്ലാം തന്നെ സിയോ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും അവളെ വേദനിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് എന്റെ സത്യങ്ങൾ ആരും അറിയരുതെന്ന് വിചാരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷമായിട്ട് നീ എന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ നിന്റെ അടുത്തല്ലാതെ ഞാൻ മറ്റാരുടെ അടുത്താണ് സഹായമൊക്കെ ചോദിക്കുക എന്നൊക്കെ അവള് ചോദിക്കുമ്പോഴത്തേക്കും സാധാരണഗതിക്ക് നിനക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടാറുള്ളത് രാവിലെയാണ്. പക്ഷെ നീ ആകട്ടെ അന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് വൈകുന്നേരം അപ്പോയിന്റ്മെന്റ് ഒക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ആയിരുന്നല്ലോ നിന്നെ ക്യൂൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് വളരെ യാദൃശികമായിട്ട് നടന്നതാണോ, അതുപോലെ തന്നെ നീ അവളെ കണ്ടുമുട്ടി കാര്യങ്ങൾ പറഞ്ഞതും യാദൃശികമാണോ? അതുപോലെ തന്നെ നമ്മുടെ ഷോയിൽ എത്രയോ ആൾക്കാരുണ്ട്, അവരെ ആരെയും സെലക്ട് ചെയ്യാതെ നീ എന്റെ പേരൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും 10 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ചൊക്കെ ഇപ്പോൾ സയോയും സംസാരിക്കുന്നു. അന്ന് സയോയുടെ അമ്മ അവളുടെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് ആർട്ടിനും അതുപോലെ തന്നെ സ്റ്റഡീസിനും അവൾക്ക് 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. 1ാം സ്ഥാനം എപ്പോഴും ഷെന്നിനൊക്കെയാണ് കിട്ടുക. ഷെന്നിനേക്കാളും മുമ്പിൽ കയറുവാനായിട്ട് സായ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവൾക്ക് അതിനൊന്നും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാതെ അവളെ കുറ്റം പറയുകയായിരുന്നു അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ ഉണ്ടായ സമയത്ത് അതൊരു പെൺകുട്ടിയാണെന്നൊക്കെ അറിഞ്ഞിട്ട് അവളുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചൊക്കെ പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ജനിച്ചതിന് ശേഷമാണ് തനിക്ക് കഷ്ടകാലം വന്നതെന്നും അവളായിട്ട് തനിക്ക് നല്ല കാലം ഒന്നും തന്നെ വരുത്തുകയില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയും ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു. അമ്മ അവളെ ഉപദ്രവിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്ന സിയുവും കാണുന്നു. എനിക്കൊരു അവസരമൊക്കെ കിട്ടുകയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഭൂമിയിലേക്ക് ഒന്നും തന്നെ വരികയില്ലായിരുന്നു. പിന്നെ എനിക്ക് അത്രയ്ക്ക് നല്ല രീതിക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അമ്മ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഞാനും കരുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും എന്റെ മാക്സിമം ഒക്കെ കൊടുക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ എവിടെയെങ്കിലും 1ാം പൊസിഷനിൽ എത്തുകയാണെങ്കിൽ പോലും അമ്മ എന്നെ ഒരിക്കൽ പോലും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കും ഈ ഒരു ജീവിതമൊക്കെ മടുത്തു എന്ന രീതിക്കൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നീ ഇപ്പോൾ നിൽക്കുന്നത് എന്റെ വീട്ടിലാണ്. അങ്ങനെയിരിക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്കും കേൾക്കേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ വീണ്ടും അവളുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടുന്നു. അവളും ആ ഒരു വിഷമത്തിൽ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സിയും അവളുടെ പിന്നാലെ തന്നെ ഓടുന്നു. അങ്ങനെ അവൾ ഓടി ഓടി ഒടുവിൽ കടലിലൊക്കെ ചെന്ന് മരിക്കുവാനായിട്ട് പോലും തീരുമാനിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവിടേക്ക് സിയുവും എത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് മരിക്കുവാനായിട്ട് പോയ അവളെ തടഞ്ഞുകൊണ്ട് നിനക്ക് മരിക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം മരിക്കാതിരിക്കുക, എനിക്ക് വേണ്ടി ഒരു ദിവസമൊക്കെ കടം തരാമോ എന്ന രീതിക്കൊക്കെ അവനും അവളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ അവളും കുറച്ചൊന്ന് ഓക്കെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവളും ഇപ്പോൾ അവന്റെ അടുത്തൊക്കെ പറയുകയാണ്. ഞാൻ എല്ലാവരുടെ മുമ്പിൽ സന്തോഷമൊക്കെ ഉള്ള രീതിക്ക് അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എനിക്ക് ഒരു രീതിക്കുള്ള സന്തോഷവും ഉണ്ടായിട്ടില്ല. എന്റെ ശരിക്കുമുള്ള അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണെന്നൊക്കെ അവൾ തുറന്നു പറയുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാനായിട്ട് ആരുടെയും അടുത്ത് പറയുകയില്ല എന്നൊക്കെ അവനും അവൾക്ക് വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2015 മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ കാണിക്കുന്നു. ഈ ഒരു സമയത്ത് സിയോനെ കാണുവാനായിട്ടൊക്കെ സയോയും എത്തിയിട്ടുണ്ടായിരുന്നു. സയോയ്ക്കും ശരിക്കും ഉറങ്ങുവാനായിട്ട് ഒന്നും തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല എപ്പോഴും അമ്മയുടെ ഓർമ്മകളും അമ്മയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒക്കെ ആയിരുന്നു അവളും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവളുടെ കയ്യിലുണ്ടായിരുന്ന മുറിവ് പോലും ഇപ്പോൾ സിയുവും ശ്രദ്ധിക്കുന്നു. സിയും കയ്യിലെ മുറിവിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇത് ഞാൻ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല, ഞാനും എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു കണ്ടീഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളതെന്നൊക്കെ സയോയും തുറന്നു പറയുന്നു. എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഡോക്ടറെ കാണുവാനായിട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നീയും എന്റെ കൂടെ വരാമോ എന്നൊക്കെ സയോയും അവനോട് ചോദിക്കുന്നു. അവനും വരാമെന്നൊക്കെ സമ്മതിക്കുന്നു. അങ്ങനെ ആയിരുന്നു എല്ലാ പ്രാവശ്യവും സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണുവാനായിട്ട് അവളെ അവൻ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നതും. ഇത്രയും കാലം നീ എന്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ്, എന്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിന്നതാണ്. അങ്ങനെ ഇരിക്കെ ഇനിയെങ്കിലും നിന്റെ പ്രണയമൊക്കെ എന്നോട് തുറന്നു പറ, നീ നിന്നെ തന്നെ ചതിക്കുവാനായിട്ട് ശ്രമിക്കരുതെന്നൊക്കെ സായോയും അവന്റെ അടുത്തായിട്ടൊക്കെ പറയുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ ഒരിക്കൽ പോലും നിന്നെ സ്നേഹിച്ചിട്ടില്ല, മറിച്ച് എനിക്ക് മറ്റൊരാളുടെ അടുത്തായിരുന്നു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അവളോട് തുറന്നു പറഞ്ഞിട്ടൊക്കെ പോകുന്നു.
ഷെനും ക്വിനിനെ കാണുവാനായിട്ടൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ പോലും അവളെ കാണുവാനായിട്ട് ക്വിനും കൂട്ടാക്കുന്നില്ല. എങ്കിൽ പോലും താൻ ഓക്കെ ആണെന്നൊക്കെ അവളും മെസ്സേജ് അയക്കുന്നു. ലൂവും ഇപ്പോൾ ഷെന്നിനെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഷെന്നിന്റെ അച്ഛൻ മരിച്ചുപോയി. അച്ഛന് ക്യാൻസർ ഒക്കെ ആയിരുന്നെങ്കിൽ പോലും വിദേശത്തേക്കായിരുന്നു ചികിത്സിക്കുവാനായിട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഇരിക്കെ അവിടെ വെച്ച് മരണപ്പെട്ടത് കൊണ്ട് തന്നെ അവിടെ തന്നെ അടക്കുവാനായിട്ടായിരുന്നു ഫാമിലിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതും. സോ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ടൊന്നും തന്നെ അവർ ശ്രമിക്കുന്നുമില്ല. മാത്രമല്ല, ലൂവിന്റെ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു അടക്കമായി ബന്ധപ്പെട്ട ബാക്കി ചടങ്ങുകളെല്ലാം തന്നെ നടത്തുവാനായിട്ടൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഷെനും അച്ഛനുമായിട്ട് അത്രയ്ക്ക് കോണ്ടാക്ട് ഒന്നും ഇല്ലാതെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അച്ഛൻ മരിച്ച വാർത്തയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവളും ആകെ ഇമോഷണൽ ആകുന്നു. എങ്കിൽ പോലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂവും അവളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ ഒരു സമയത്ത് ഇന്റർവ്യൂ സെക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ക്വീൻ ഷോയിൽ നിന്നും ക്വിറ്റ് ആകുവാനായിട്ടൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമൊക്കെയാണ് ക്വീനിന്റെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇത്രയും നാളും ഞാനൊരു ഫാന്റസി വേൾഡിലൊക്കെ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ ഞാനും മനസ്സിലാക്കിയത്. പിന്നെ സയോയും സിയുവും നല്ല കപ്പിളൊക്കെയാണ്. അവർക്കും എന്റെ എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും ഉണ്ടായിരിക്കുമെന്ന രീതിക്കൊക്കെ ക്വിന്നും സംസാരിക്കുന്നു. ഇനി ക്വിനിനെ കുറിച്ചൊക്കെ സിയുവിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ തിരിച്ച് ഷോയിലേക്ക് വരുവാനായിട്ട് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമോ അതെല്ലാം തന്നെ ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണ്. അവൾ ഉറപ്പായിട്ടും ഷോയിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. എന്റെ ഇഷ്ടവും ഞാൻ അവളെ അറിയിക്കുന്നതാണെന്നൊക്കെ അവനും പറയുന്നു. അടുത്ത എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും 2015 ഒരു സീനാണ് കാണിക്കുന്നത്. ഷെനിനും ഒരു പോസ്റ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. അവളും ആ ഒരു ലെറ്റർ ഒക്കെ തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കും അത് അച്ഛൻ അയച്ചതായിരുന്നു. ഷെനിന്റെ അച്ഛനും ഒരാളെ വിവാഹമൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണെന്നും എന്നും ഷെൻ അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി ആയിരിക്കുമെന്നൊക്കെ ആയിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ലൂവിന്റെ അടുത്തുനിന്നും ഒരു വീഡിയോ കോളൊക്കെ അവൾക്കും വരുന്നു. ലൂ പഠിക്കുവാനായിട്ടൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പഠിപ്പിച്ചതൊന്നും തന്നെ മനസ്സിലാവാതെയൊക്കെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഷെൻ വേണം പഠിപ്പിച്ചു കൊടുക്കുവാൻ എന്നൊക്കെ അവനും പറയുന്നു. അപ്പോഴായിരുന്നു ഷെന്നിന്റെ മേശയിലൊക്കെ ഉണ്ടായിരുന്ന വെഡിങ് ഇൻവിറ്റേഷനൊക്കെ അവന്റെ ശ്രദ്ധയിലും പെടുന്നത്. അവനും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒരാളുടെ വിവാഹത്തിന് കൂടുവാനായിട്ട് പറഞ്ഞ് അയാൾ അയച്ചതായിരുന്നു ഇത്. പക്ഷേ എനിക്കും വിവാഹത്തിന് പോകുവാനായിട്ട് താല്പര്യമില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അതൊന്നും നീ കാര്യമാക്കണ്ട. നീയും വിവാഹത്തിനൊക്കെ പോ. അതൊക്കെ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ വിവാഹത്തിന് നിനക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമല്ലോ എന്നൊക്കെ ആയിരുന്നു ലൂവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഷെനും ആകെ വിഷമിച്ച് ആ ഒരു ഇൻവിറ്റേഷനൊക്കെ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിലൊക്കെ ഇടുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം 2024 കാണിക്കുമ്പോഴത്തേക്കും ഷെന്നും ഫുഡൊന്നും ശരിക്കും കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവനും കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്കും വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും അവൾക്ക് വിഷമം ഉള്ളത് കൊണ്ടാണ് എങ്ങനെ കഴിക്കാത്തതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവനും നീ ഇപ്പോൾ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്, ഫുഡൊക്കെ കഴിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും നീ ഒന്ന് റെഡിയാവ്, ഞാനും നിനക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ലൂവും ഫുഡ് ഉണ്ടാക്കുവാനായിട്ട് പോകുന്നു. ഷെനും പണ്ട് മുതലേ അച്ഛൻ അയച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കുകയാണ്. അവളും അതിനൊന്നും തന്നെ റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്കും ഒരുപാട് വിഷമമൊക്കെ തോന്നുന്നു. അവളും ഇപ്പോൾ ഒരു ബോക്സ് ഒക്കെ എടുക്കുകയാണ്. ഈ ഒരു ബോക്സിന്റെ അകത്ത് പണ്ട് മുതലേ അച്ഛൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അതൊക്കെ കണ്ട് അവളും ആകെ വിഷമിക്കുന്നു. പിന്നീട് അവളും ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ലൂവിന്റെ അടുത്ത് നിന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.